ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം വളരെ കുറഞ്ഞ വിലയ്ക്ക് മാത്രമാണ് അദ്ദേഹം വന്ന് കൈമാറിയത്. ഇന്ന് 4 പേർക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കുക. കുറേ ആളുകൾക്ക് സ്വത്തും സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അത് കൊടുക്കാൻ ഒരു മനസ്സ് വേണ്ടേ. ആ മനസ്സാണ് ഇന്ന് പറയപ്പെട്ട റസാക്ക വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന സഹോദരർക്ക് വേണ്ടി സൗജന്യമായിട്ട് നീക്കിവെച്ചത്. റസാക്കിയെ കുറിച്ചിട്ട് വേറൊരു വിശേഷം കൂടിയിട്ട് പക്ഷേ ഒരുപക്ഷെ കാട്ടകാമ്പാൽ പഞ്ചായത്തിനോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഏറ്റവും സ്വന്തമായി അധ്വാനിക്കുന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമിയെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ തന്നെ 8-10 പശുക്കളുണ്ട്, 60ഓളം ആടുകളുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല മികച്ച കർഷകൻ കൂടിയാണ്. കാട്ടകാമ്പാലിൻ്റെ ഏറ്റവും നല്ല മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയ ശ്രീ റസാക്ക ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വലിയ മുൻപന്തിൽ നിൽക്കുന്നൊരു സഹോദരനാണ്. എന്തായാലും കാട്ടകാമ്പാലിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനമാണ് പ്രിയപ്പെട്ട റസാക്ക്. അദ്ദേഹം ഈ വീട് മറ്റേ സ്ഥലം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അത് പാർട്ടിയുടെ വഴിക്ക് തന്നെ അത് പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ അവർ 100% ഇതിനകത്ത് പിന്തുണ നൽകിയെന്ന് പറയുമ്പോൾ ഒരു കുടുംബമാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുന്നത്. അതിനെ നിമിത്തമായ റസാഖാൻ്റെ ഒപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്കെല്ലാം കൈവന്നിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പറയുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അലി, ശ്രീ ബാലചന്ദ്രൻ, ശ്രീ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട റസാഖ്, മറ്റ് ബഹുമാനിയായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീ റസാഖിൻ്റെ നൽകിയ ഒരു നന്മയുടെ രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വയനാട് നടന്ന മഹാദുരന്തം വാക്ക് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണോ പോലും സംശയിക്കുന്ന തരത്തിലാണ് വയനാടിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ജീവൻ പോയി, ജീവിത മാർഗങ്ങൾ പോയി, താമസിക്കുന്ന സ്ഥലങ്ങൾ പോയി, എങ്ങനെയാണ് അത് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ അങ്ങനൊരു ദുരന്തമുണ്ടാകുമ്പോൾ ലോകത്തിൽ നാനാഭാഗത്തുള്ള ആളുകൾ സഹായഹസ്തം നീട്ടി ഈ ദുരന്തത്തെ നേരിടാൻ തന്നെ ധീരമായി നേരിടാൻ തന്നെ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും നിലനിൽക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തങ്ങൾ നീട്ടിയിട്ടുണ്ട്, വീടുകൾ വയ്ക്കാനും അതുപോലെ എല്ലാ തരത്തിലും. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രായോഗികമാക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെൻറ്റുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അത് എത്രയും പെട്ടെന്നത് നടന്ന് ആ സ്ഥലമില്ലാത്തവർക്കും, ഊര് നഷ്ടപ്പെട്ടവർക്കും, ജീവൻ നഷ്ടപ്പെട്ടവർക്കും, എല്ലാം നഷ്ടപ്പെട്ടവർക്കും അവർക്ക് ആശ്വാസമായി നൽകാനുള്ള പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ നന്നായി നടക്കട്ടെ, അത് വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുക. ഈ സമയത്ത് ഞാൻ ആശംസിക്കാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നതോടൊപ്പം തന്നെ റസാഖിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നന്മയുടെ ഒരു വെളിച്ചം സമൂഹത്തിൽ നൽകുക. മാതൃകാപരമായ, നമ്മൾ എന്തെങ്കിലും ചെയ്യല്ലത്. ഇത് യഥാർത്ഥത്തിൽ 4 പേർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം സൗജന്യമായി നൽകുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. 30 വീടുകളാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുക്കുന്നത്. ആ 30 വീടിൽ 3 വീട് 10% ഉള്ള സ്ഥലമായി കഴിഞ്ഞപ്പോൾ അതിലാശ്വാസപ്രദമായ വളരെ പ്രശംസിക്കപ്പെടേണ്ട ഒരു വലിയ ദൗത്യമാണ്, ഒരു നന്മയാണ് പ്രിയപ്പെട്ട റസാഖ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത് നമ്മുടെ ഒക്കെ ആശംസകളും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളൊക്കെ കൂടുതലായി ഈശ്വരൻ, ജഗദീശ്വരൻ, ദൈവം, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നല്ല സൽക്കർമ്മമാണ് അങ്ങ് ചെയ്തത് എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഇതിന് പ്രതിഫലം ദൈവം നൽകും. തീർച്ചയായും അത് യാതൊരു സംശയക്കാര്യത്തിലില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങേ ഈ നാടിനു വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ്സുകാരെന്ന് അങ്ങ് കോൺഗ്രസ്സുകാരനായിരിക്കുന്നതന്നെ വലിയ അഭിമാനമായി ഞങ്ങൾ കരുതുകയാണ്. ഈ നാടിനു വേണ്ടി എല്ലാ ആദരവുകളും വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഇത് വയനാട് നമ്മൾ കണ്ട ഇതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തം നടന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിലൂടെ പല ആളുകളുടെയും പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും പല ചാറ്റ് നടത്തുന്നവരുടെയും വാക്കുകൾ ശ്രമിക്കുകയും അവർക്ക് അവിടെ സാധനങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ കുറച്ച് ഭൂമിയാണ് അവർക്ക് വീട് വെക്കാൻ ഭൂമിയാണ് അവിടെ ആവശ്യമുള്ളതെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പേരിലുള്ള 2 സെൻറ്റ് ഭൂമി 4 കുടുംബത്തിന് 5 സെൻറ്റ് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ആ വിധം വയനാട്ടിലുള്ള നമ്മുടെ ഫ്രണ്ടുമായി സംസാരിച്ച് അവിടെ പർച്ചേസ് ചെയ്യുകയും 2-3 പേര് ഓൾറെഡി അതിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വന്ന് സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥലം അർഹതപ്പെട്ട കയ്യിൽ എത്തണമെന്ന് നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് അർഹതപ്പെട്ട ഒരു തെറ്റും വേണം എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ സ്വീകരണത്തിന് വന്ന നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. അഞ്ചരയ്ക്ക് ഓഫീസിലോട്ട് എത്തുമോ? ശരി.